ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചത്തെ വിശേഷമാണ്. അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നും എന്നെ സംബന്ധിച്ചുണ്ടായില്ല കേട്ടോ. എൻ്റെ ഇന്നത്തെ ദിവസത്തിൽ അധിക ഭാഗം ഉറക്കമായിരുന്നു. അങ്ങനെ രാവിലെ ഇത്തിരി ലേറ്റായിട്ട് എണീറ്റത്. ഇന്നലെ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കാണ് ഏറ്റവും അധികം ക്ഷീണം പറ്റിയത് കേട്ടോ. കാരണം ഇന്നലെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തീരെ വയ്യ. പക്ഷേ ഞാനത് ഒരാൾ പിന്നാക്കം വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും സന്തോഷം പോകും. അപ്പോൾ പിന്നെ ഞാൻ അതിൽ കൂടെ അങ്ങോട്ട് ചേർന്ന് പോയതാണ്. എങ്ങനെയൊക്കെയോ ഞാൻ വലിച്ച ആ ദിവസം അങ്ങനെ എത്തിച്ചു. വീട്ടിൽ വന്ന് ഒന്ന് കിടന്ന് നല്ല ചൂടുള്ള വെള്ളത്തിൽ കുളിച്ചപ്പോഴാണ് കുറേ ഒരു സമാധാനം കിട്ടിയത്. പക്ഷേ രാവിലെ ആയപ്പോഴും എനിക്ക് തലയ്ക്ക് നല്ലൊരു ഭാരമാണ്, എന്താണെന്ന് അറിയില്ല. പിന്നെ ഈ ക്ലൈമറ്റിൻ്റെയാണ്, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ രാവിലെ എണീറ്റു പതിവ് പടി നമ്മുടെ ഓരോ കാര്യങ്ങളിലേക്ക് കടക്കണം. അപ്പോൾ പിള്ളേരുകൾ എണീറ്റിട്ട് അവർക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ അവർ സ്കൂളിൽ പോകേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ ലേറ്റായിട്ടാണ് കേട്ടോ എണീക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എണീച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, കുട്ടികളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ രാവിലെ എണീറ്റിട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്നെല്ലാവരും ഈ പറഞ്ഞ പോലെ ബ്രെഡ് ഉണ്ടായിരുന്നു, ബ്രെഡും മുട്ടയും ബ്രെഡും ജാമും അതുപോലെ പാറ്റി അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു. അപ്പോൾ ഞാനും അതിൽ കൂടി ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ഒരു ഗ്ലാസ് കാപ്പിയും ഒരു കുഴലപ്പവും കിട്ടിക്കഴിഞ്ഞാൽ ഉഷാറായി. അത് കഴിച്ച് കഴിഞ്ഞാൽ മധുരമില്ല എന്നാൽ വലിയ കുഴപ്പമില്ല. എനിക്ക് എന്തോ അത് കഴിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു തൃപ്തിയാണ്. പിന്നെ വേണമെങ്കിൽ ഒരു പീസ് ബ്രെഡോ എന്തെങ്കിലും കഴിക്കാമല്ലോ. അങ്ങനെ 10 മണിയായപ്പോഴേക്കും പിള്ളേർസിനെ യാത്രയാക്കി. ഇന്ന് അപ്പയുടെ കൂടെയാണ് കുട്ടികൾ പോയതിട്ട, ഡാഡിയുടെ ഡോണിൻ്റെ കൂടെയാണ് പിള്ളേർസ് യാത്ര ചെയ്ത്. അങ്ങനെ അവർ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയി. അപ്പോൾ പാച്ചുവിന് ചെറുതായിട്ടൊരു ചെറിയ ചുമയുണ്ട്. അതിനെങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ മരുന്ന് കഴിക്കാൻ സമ്മതിക്കില്ല. തോമൂന് പിന്നെ അങ്ങനെ വന്നാലും ORS വഴി ജ്യൂസാന്ന് പറഞ്ഞിട്ട് അതിൽ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ശരിക്ക് അത് കഴിക്കും. അപ്പോൾ പാച്ചുവിനെ സംബന്ധിച്ച് ഹോമിയോ കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല, അവൻ ഗുളിക കഴിക്കാൻ ഒട്ടും കൂട്ടാക്കില്ല. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ നടയിലത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നോക്കും. ഇപ്പോൾ ഇന്ന് തൊട്ട് നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ആ വലിയ ദിവസം നമ്മൾ മുന്നിൽ കാത്തിരിക്കുന്ന ദിവസം ഉണ്ടല്ലോ, ആ ദിവസത്തിലേക്കുള്ള പുറപ്പാടനുസരിച്ച് ഇവർ ടാറ്റ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടാറ്റ പറയാണ് ചാക്കോച്ചൻ. അപ്പോൾ ഡാഡിയും മക്കളും കൂടിയിട്ടാണ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇനി ഇവിടുന്ന് മിക്ക ദിവസവും എന്തിനെങ്കിലുമൊക്കെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് അവരിത് ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ വീട്ടിലിരുന്നോളാം. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, എനിക്ക് തീരെ വയ്യ. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇവർ പോയി കഴിഞ്ഞാൽ ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചത്. കാരണം ഇന്ന് ഉച്ചയിലത്തെ പണികളൊന്നുമില്ല. ഇന്നലെ നമ്മൾ ഇറങ്ങുമ്പോൾ ബിരിയാണി കണ്ടില്ലേ, 3 ബോക്സ് ബിരിയാണിയും അതിനോടനുബന്ധിച്ചുള്ള അച്ചാറും സാലഡും ഒക്കെ ഉണ്ടായിരുന്നു, സലാസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉച്ചയിലത്തേക്ക് ഒന്നും ചെയ്യേണ്ട. രാവിലെ അതാണ് ലൈറ്റായിട്ട് എല്ലാവരും അത് കഴിച്ചിട്ട് ഒക്കെ അവരവരുടെ കാര്യങ്ങൾ നോക്കി പോയത്. പക്ഷേ എനിക്ക് കിടന്നുറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചു. ആ സമയമാകുമ്പോൾ ആവിയേറ്റി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ ഓവൻ കംപ്ലൈൻ്റായി. അപ്പോൾ ഇത് ആവിയിൽ വെച്ചാൽ മതി, സ്റ്റീമറിൽ വെച്ച് കഴിഞ്ഞാൽ പുതിയ ബിരിയാണി പോലെ കേട്ടോ. അതും പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ കുട്ടികൾ പറയായിരുന്നു, ആരാ ഇത് കുക്കെന്ന് വെച്ചാൽ ഒന്ന് ചോദിക്കായിരുന്നു മമ്മി. അത്രയും ഭയങ്കര ടേസ്റ്റ്. പള്ളിയിലത്തെ ഇത് കൊണ്ടുവന്നത് അവരോട് പറയണം, കമ്മിറ്റിക്കാരോട് പറയണം സൂപ്പറായിരുന്നു എന്നുള്ളത്. അത്ര ടേസ്റ്റായിരുന്നു, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്രയും ടേസ്റ്റായിരുന്നു കേട്ടോ ബിരിയാണി. അപ്പോൾ അങ്ങനെ ആ ബിരിയാണി ആയിരുന്നു. അങ്ങനെ അതൊക്കെ ചൂടാക്കി ഞാനൊക്കെ റെഡിയാക്കി വെച്ചു. ഇവർ 3 മണിയായിട്ടുണ്ട് ശരിക്കും തിരിച്ചെത്തുമ്പോൾ. ഡോൺ കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് കൊണ്ടുവന്നു, ഹബ്ബിലിരുത്തി. അപ്പോൾ അവിടെയായിരുന്നു കുറച്ച് നേരം പിള്ളേർസ്. അത് കഴിഞ്ഞ് ഇവർ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നു. അപ്പോൾ എനിക്ക് കിടക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു കൊറിയറുകാരൻ വന്നു, അടുത്തത് പിന്നത്തെ ആൾ, അങ്ങനെ 3 ആളായിട്ട് 3 പ്രാവശ്യമായിട്ട് വന്നു. അത് കൂടാണ്ട് നമ്മളുടെ പോസ്റ്റ്മാൻ വന്നു, എല്ലാം കൂടി വന്നു. പിന്നാലെ ഇവരും വന്നു. അപ്പോൾ എനിക്ക് കിടക്കാമെന്ന് പറഞ്ഞൊരു സംഭവം നടന്നില്ല കേട്ടോ. അങ്ങനെ ഒരു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ശരിക്കും ഇരുന്നത്. അതുവരെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും 3 മണി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ കിടക്കണതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ഒരു ഗ്ലാസ് കോഫി വെച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബലത്തമ്മയാണ് ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ബിരിയാണി ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും അതും ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അസലായിട്ടുണ്ടായിരുന്നു. ഒരു പാൻ നിറച്ച ഞങ്ങൾ 4 പേര് വയറ് നിറച്ച് കഴിച്ചു. ശരിക്കും നല്ല ടേസ്റ്റ്. ഞാൻ അങ്ങനെ ബിരിയാണി അങ്ങനെ കുറേ വാരി കഴിക്കുന്ന ആളല്ല. പക്ഷേ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അത് കഴിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്നു. അത് രാത്രിയിൽ ഇവർ 3 പേരും കുട്ടികൾ 3 പേരും കഴിച്ചു. ഞാനും ഡാഡിയും കഞ്ഞിയാണ് കുടിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത്രയും ഉണ്ടായിരുന്നു. നല്ല ബിരിയാണിയായിരുന്നു, പറയാണ്ടിരിക്കാൻ വയ്യ. അങ്ങനെ ഡാഡി 3 ലെയറിൻ്റെ കരിമണിയാണ് കേട്ടോ. 3 ലെയറിൻ്റെയും 2 ലെയറിൻ്റെയും
കരിമണി അത് ഒരു പാർട്ടിക്ക് വേണ്ടി പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാനൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ ഈ കുട്ടികൾ വന്നു കഴിഞ്ഞിട്ട് ഒരൊറ്റ കിടപ്പ് കിടന്നതാണ്. പിന്നെ 6 മണിക്കാണ് എണീറ്റത്. കാരണം എനിക്കെന്തോ തല പൊന്തുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അപ്പോൾ എനിക്ക് തല പൊന്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ 3 ലെയറിൻ്റെ മാല. ഇത് അതുപോലെ വേറൊരു പാറ്റേൺ ജിമിക്കിയാണ്. പിന്നെ മുമ്പത്തെ പാറ്റേൺ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ വർഷം നമ്മളുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളത്. കാണാനൊരു പ്രത്യേക ഭംഗി. ഈ 2 പാറ്റേണാണ് ഇപ്പോൾ പുതിയ വന്നിട്ടുള്ള ജിമിക്കി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇരിക്കുന്ന സമയം കൊണ്ട് പിള്ളേർസ് അവരുടെ എന്താ പറയുക തോമുന്ന് നേരത്തോടെ ഉറങ്ങി. ഡിമ്പിൾ ചെമ്മീൻ കഴുകി വൃത്തിയാക്കണു. ചെമ്മീൻ ചമ്മന്തിക്കുള്ളത് ഞാൻ ഇങ്ങനെ ഓരോ ബോക്സുകൾ ക്ലിയർ ചെയ്ത് വരികയാണ്. കാരണം എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്നുള്ളത് എനിക്ക് പറ്റാത്ത പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്റ്റോക്ക് എടുപ്പ് പോലെ എടുക്കുമ്പോഴല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇവർ ബിരിയാണി നാളേക്കുള്ള ചിക്കൻ കറിയും കൂടി വെച്ചതാണ്. അപ്പോൾ അത് കൈയോടെ കൊണ്ടു. അപ്പോൾ എൻ്റെ മനസ്സിലെങ്ങനെയാണെന്ന് വെച്ചാൽ ചപ്പാത്തി ആവുമെന്നായിരുന്നു. അപ്പോൾ എനിക്ക് കഞ്ഞി മതിയെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കുള്ള കഞ്ഞിയും ചമ്മന്തിയും അച്ചാറും ചമ്മന്തിയും പിന്നെ എന്നിട്ട് ഉപ്പേരി വഴുതനങ്ങ ഉപ്പേരിയും ചെമ്മീൻ വറുത്തതായിരുന്നു എനിക്കും ഡാഡിക്കും. അവർ ബിരിയാണി കഴിച്ചു. ചിക്കൻ കറി ഒന്നും വേണ്ടി വന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ടേസ്റ്റുള്ള ബിരിയാണി നല്ല എമൗണ്ട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കണ നേരത്താണ് നമ്മളുടെ എന്താ പറയുക റോബോട്ടിനെ അങ്ങോട്ട് ആക്കിയിട്ടത്. കാരണം ആ സമയമാകുമ്പോൾ അവൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തോളൂല്ലോ. അങ്ങനെ അവരുടെ പരിപാടികൾ ഓരോന്ന് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശദമായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിവൈൻ്റെ വീഡിയോസിൽ കാണാം കേട്ടോ. അപ്പോൾ ഡിവൈൻ അത് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞും കാണിച്ചും ഒക്കെ തരും. അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ ഇതിൻ്റെ പിന്നാലെ എന്താ പറയുക റോബോട്ടിന് വേണ്ട സംവിധാനങ്ങൾ കസേരകൾ മാറ്റിവെക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ നിങ്ങളെന്നോട് റിവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് കാണിക്കരുത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അത് വിശ്വാസമാവും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അപ്പാപ്പനും മോനും കിടന്നുറങ്ങി. അവർ നല്ല ചുമയുണ്ട്. അപ്പോൾ ഗുളിക കഴിച്ചതിൻ്റെ ഇതാന്ന് തോന്നുന്നുണ്ട് പെട്ടെന്ന് കിടന്നുറങ്ങി. അങ്ങനെ ഇവരൊക്കെ കയറ്റി. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പണി ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇനി താഴേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ന് എന്തായാലും ഞാൻ ചെയ്യില്ല, നാളെ ചെയ്തോളാം എന്നുള്ള രീതിയിൽ വെച്ചേക്കാം. മിനിയാന്ന് ഞാൻ തന്നെ എല്ലാം ചെയ്തു. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു വേണ്ട. കാരണം ഇതിനെ കുറച്ചധികം നേരം ടൈമറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് കണ്ടു. നിങ്ങൾക്ക് ഏകദേശം കണ്ടാലറിയാം വെള്ളത്തോട് കൂടിയിട്ടാണ് അത് ഫുള്ള് തുടച്ച് വന്നിട്ടുള്ളത്. ഫുൾ നല്ല ക്ലീനായിട്ടോ. ആകൊക്കെ നല്ല വൃത്തിയായി. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നമ്മളുടെ ജനലയുടെ അവിടെ തുടക്കൽ പൊക്കത്തുള്ള കാര്യങ്ങൾ അതൊക്കെ അത്യാവശ്യം നമ്മൾ ചെയ്യണം കേട്ടോ. എല്ലാതും അത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നീങ്ങരുത്. നമ്മൾക്കൊരു കൈത്താങ്ങ് അത്രയ്ക്കേ വിചാരിക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഞാൻ എന്താ പറയുക എല്ലാം കഴിഞ്ഞ് കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ സാധാരണ നമ്മൾ ഇവിടെ വെച്ചാണ് അവസാനിപ്പിക്കുക. അപ്പം നോക്കിയപ്പോൾ ഇവൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവൻ പണി കഴിഞ്ഞതാ വീട്ടിലേക്ക് പോകണുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞില്ലേ തന്നെ ടൈമർ സെറ്റ് ചെയ്ത കാരണം പോയിട്ട് മിണ്ടാണ്ട് പോയിട്ട് അവിടെ ഇരുന്ന് പിന്നെ ചാർജ് ചെയ്തോളും. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോഴേ അവൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് കയറി കിടന്നു. അതിന് നമുക്കും കിടക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. പക്ഷേ ഞാൻ വീഡിയോ ഇടാണ്ടിരുന്ന ഇന്നലെ എനിക്ക് പനിയാണ് ചുമയാണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ കുറേ കുട്ടികൾ റെസ്റ്റ് എടുക്കുക ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിചാരിക്കും എനിക്കിനി അസുഖം കൂടിയിട്ടുണ്ടാവുമോ എന്ന് വിചാരിക്കും. അപ്പോൾ എനിക്കൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് നല്ലൊരു വീഡിയോ ഇട്ട് ഞാൻ നാളെ വരാം. ഇന്ന് ഞാൻ പറഞ്ഞില്ല അധികം നേരം കിടന്ന് ഉറങ്ങുമായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് എനിക്കൊന്നും എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്ക് ബൈ.